ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. തെരുവുനായ ആക്രമണ ഭീതിയിൽ പട്ടിത്തറ ഗ്രാമം. കഴിഞ്ഞ ദിവസം 2 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർക്ക് കടിയേറ്റു. പ്രദേശത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലും പൊതുവിദ്യാലയത്തിലും തെരുവുനായ പ്രസവിച്ചത് ആശങ്ക സൃഷ്ടിച്ചതോടെ പഞ്ചായത്ത് അധികൃതരെത്തി ഇവയെ നീക്കി. തൃത്താല, പട്ടിത്തറ, കോട്ടോപ്പാടം കുടുംബാരോഗ്യ കേന്ദ്രത്തിലും കക്കാട്ടിരി UP സ്കൂൾ കോമ്പൗണ്ടിലുമാണ് പ്രസവിച്ചു കിടക്കുന്ന നായ ഭീതി സൃഷ്ടിച്ചത്. സ്കൂൾ കോമ്പൗണ്ടിന് ചുറ്റുമതിലില്ലാത്തതിനാൽ നായ്ക്കൾ കൂട്ടത്തോടെ തമ്പടിക്കുകയാണ്. കുട്ടികൾക്ക് കളിക്കാനും പുറത്ത് ബാത്റൂമിൽ പോകാനും ഭയമാണിപ്പോൾ. സ്കൂളിന് ചുറ്റുമതിൽ നിർമ്മിച്ചാൽ ഒരു പരിധിവരെ തെരുവ് നായ്ക്കൾ സ്കൂളിലേക്ക് വരുന്നത് തടയിടാനാകുമെന്നും ജനപ്രതിനിധികളും വകുപ്പ് തല ഉദ്യോഗസ്ഥരും വിഷയത്തിൽ നടപടിയെടുക്കണമെന്നുമാണ് ആവശ്യം. ശല്യം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ കക്കാട്ടിരി അല്ലെങ്കിൽ കോട്ടപ്പാട് ഒരു ഏരിയയുടെ മാത്രമല്ലല്ലോ. ഇതിപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിലുള്ള ഒരു സോഷ്യൽ ത്രെട്ടാണ് ഈ തെരുവ് നായകളുടെ ശല്യം. അതിപ്പോൾ കോട്ടപ്പാടത്ത് ഇന്നലെ 6 ആളോ 7 ആളൊക്കെ തെരുവ് നായകൾ കടിച്ചു. ഇന്നിപ്പോൾ നമ്മുടെ സ്കൂളിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പട്ടി പെറ്റ് കിടന്ന് 2 പട്ടികളുണ്ട്, 7 കുട്ടികളുണ്ട്. നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാനോ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാനോ യാതൊരു സുരക്ഷിതത്വം ഇപ്പോഴത്തെ അവസ്ഥയിലില്ല. 2 ഇടങ്ങളിലുമായി 17 നായക്കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത്. പട്ടിത്തറ പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ നായക്കുഞ്ഞുങ്ങളെ ഷെൽട്ടറിലേക്ക് നീക്കം ചെയ്തു. കഴിഞ്ഞ ദിവസം ഒരു പട്ടി പ്രസവിച്ചിരുന്നു. അത് ജനങ്ങൾക്ക് ഉപദ്രവമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അതിന് ഉപദ്രവം ഉണ്ടാവരുത് എന്നുള്ളതിലേക്ക് ഞങ്ങൾ മാറ്റാൻ പട്ടിത്തറ ഒരാഴ്ച അതിൻ്റെ ശ്രമം നടത്തുന്നത്. കോട്ടപ്പാടം പ്രദേശത്ത് ഇന്നലെ 6ഓളം പേർക്ക് കടിയേറ്റിരുന്നു. അവരെ വാക്സിനേഷൻ എടുക്കാൻ തൃശ്ശൂരും പട്ടാമ്പിയും പോയിട്ട് വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തെരുവ് നായ 2 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേരെ കടിച്ചിരുന്നു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.